അപ്പോൾ പലരും ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു മതമാണ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ആദം അലൈഹി ഇസ്ലാം എന്ന ആദിമ മനുഷ്യൻ മുതൽ ഈ ഒരു മതം നിലവിലുണ്ട്. കാലാകാലങ്ങളിൽ ജനങ്ങളുടെ രീതിയും ആ ഒരു സംവിധാനങ്ങളും മാറുന്നതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകളും വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേറ്റുകളുമായി 1,25,000-ഓളം പ്രവാചകർ ഈ ഭൂമിയിൽ വന്നുപോയി ആണ് കണക്ക്. 25 പേരുകളാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, അതായത് ഇസ്ലാം എന്ന മതത്തെ സമ്പൂർണ്ണമാക്കിയ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ എന്ന രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു മതം എന്ന് പറയുന്നത് ഒരു യൂസർ മാനുവലാണ്. നമുക്ക് കിട്ടിയൊരു ജീവിതം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ നിഖില മേഖലകളിലും ഇതിടപെടുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ രാത്രി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണം എന്നുള്ളിടത്ത് വരെ ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു സംവിധാനം അത് നീതിയിൽ അധിഷ്ഠിതമായി നന്മയിൽ ജനങ്ങളെയും ലോകത്തെയും നിലനിർത്തുക എന്നതാണ് ഇതിൻ്റെ എയിം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ടുവന്ന ഈ ആദർശത്തിൽ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകരെയും അംഗീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തു പ്രവാചകനാണെന്ന്, മോസസ് പ്രവാചകനാണെന്നൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നു. മുൻകാലത്ത് കഴിഞ്ഞു പോയ മത്തുക്കളുടെ ചരിത്രങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഇസ്ലാമിൽ ഫോളോ ചെയ്യുന്ന ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അബ്രഹാം അവരുടെ പാരമ്പര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ സംവിധാനമാണ്. അപ്പം മനുഷ്യരെ നന്മയിലും നീതിയിലും നിലനിർത്തുക, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ എയിം. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരുന്നതിലധികവും, വരവിൽ കാത്തിരുന്നതിലധികവും ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ആയിരുന്നു. അവരുടെ കിതാബുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്ത്യപ്രവാചകൻ വരാനുണ്ട്, അവരംഗീകരിക്കണം എന്നുള്ളത്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതുപോലുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ പുരോഹിതന്മാരാണ്. അപ്പം ക്രിസ്തുവിന് ശേഷം പ്രവാചകന്മാരില്ലാതെ ഒരു ഇടവേള വന്നപ്പോൾ കനത്ത ഇരുട്ടിലേക്ക് നീങ്ങിയ സമയത്ത് എങ്ങും പ്രശ്നങ്ങൾ മാത്രം, വൈൻ വുമൺ വാർ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ജീവിച്ച ജനതയിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വൻ വിപ്ലവമായിട്ട് കടന്നു വരുന്നത്. മതപരമായി മാത്രമല്ല, ഭൗതികപരമായും രാഷ്ട്രീയപരമായിട്ടും വൻ വിപ്ലവങ്ങളും ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നും ലോകം പല കാര്യങ്ങളെയും വീക്ഷിക്കുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. വ്യവസ്ഥകളും സംവിധാനങ്ങളും കൊണ്ടുവന്നതും ആ ആദർശമാണ്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.